ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ തൻ്റെ സ്വത്തിൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്ത് പോയി കൂട്ടുകാരോട് കൂടെ അത് അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആഹാരത്തിന് പോലും വകയില്ലാതായി. അതുവരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം തന്നെ കൈവിട്ടു. ഏകനായി, ആരും കൂടെയില്ലാതെ, മനുഷ്യരാരും കൂടെയില്ലാതെ ഒറ്റപ്പെട്ട സമയത്ത് താനൊരു തീരുമാനമെടുത്തു. ഞാനിങ്ങനെ ഇവിടെ കഷ്ടപ്പെടുന്നത് ശരിയല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്, അവരെല്ലാം സുഖമായി ജീവിക്കുന്നു. അപ്പൻ്റെ മകനായ ഞാനിതാ ദൂരദേശത്തെ പട്ടിണി കിടക്കുന്നു. അവൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ദൂരെ നിന്നേ അവനെ കണ്ടു. അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. അവൻ്റെ കയ്യിൽ മോതിരമിട്ടു, അവൻ്റെ കാലിൽ ചെരുപ്പിട്ടു. വളരെ നല്ല സദ്യ ഒരുക്കി ആ ഭവനം സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, ഈ മകൻ കാണാതെ പോയവനായിരുന്നു. ഇവൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നത് അപ്പന് ഭയങ്കര സന്തോഷമായി. ഇവൻ പോയ അന്ന് മുതലേ അപ്പൻ ഇവനെ കാത്തിരിക്കുകയാണ്. ഇവന് വേണ്ടി ഒരു മോതിരം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇവൻ്റെ കാലിലിടാൻ ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇവന് സദ്യ ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നവൻ മടങ്ങി വരും എന്ന് കാത്തിരിക്കുന്ന ഒരപ്പനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇതുപോലെയാണ് നമ്മളും. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോയാലും, ദൂരദേശത്ത് പോയാലും, തെറ്റി അകന്നു പോയാലും, പാപം ചെയ്ത് ദൂരേക്ക് പോയാലും ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഈ ദൈവം നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ ഭൂമിയിലെ അപ്പനമ്മമാർ നമ്മെ മറന്നാലും, ഇവിടെ അമ്മമാർ കുഞ്ഞുങ്ങളെ വെള്ളത്തിലോ കിണറ്റിലോ എറിഞ്ഞ് കൊല്ലുന്ന സാഹചര്യങ്ങൾ വന്നാലും, കുടുംബത്തിലെ എല്ലാവരെയും കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മാറ്റവുമില്ല. ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വേളകളിലും നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നാലും, നാം എത്രമാത്രം പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം വരുന്നത് കാത്തു നിൽക്കുകയാണ്. വരുമ്പോഴേ ദൈവം നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എങ്ങോ ഇരിക്കുന്ന ഒരു ദൈവമല്ല. ഒരപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ദൈവമായിട്ട് നമുക്കുള്ളത്. ഈ ഭൂമിയിലെ അപ്പൻ നമ്മളെ മറന്നാലും നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മെ മറക്കത്തില്ല. അവൻ നമ്മുടെ കരങ്ങളിൽ പിടിക്കും, അവൻ നമ്മളെ ആലിംഗനം ചെയ്യും. നമുക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും തരുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ രാവിലെ സമയത്ത് ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെ മേലും ഒരു പരിഹാരം വരുത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകട്ടെ, ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ ഉണ്ടാകട്ടെ. ഒറ്റപ്പെട്ട ഒരു ജീവിതമല്ല, അപ്പൻ്റെ ഭവനത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു ജീവിതം നടത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.